ഇറ്റാലിയൻ യൂണിഫിക്കേഷനെയാണ് റിസോർഗമെൻറ്റോ എന്ന് പറയുന്നത്. ജർമ്മൻ യൂണിഫിക്കേഷൻ പോലെ തന്നെ ഇറ്റാലിയൻ യൂണിഫിക്കേഷനിലും പ്രധാന പങ്ക് വഹിച്ചത് നെപ്പോളിയൻ ആയിരുന്നു. നെപ്പോളിയൻ്റെ 1814 വാട്ടർലൂലെ ഡിഫീറ്റിന് ശേഷമാണ് ഇറ്റലിയിലെ അവസ്ഥ മൊത്തം മാറിമറിഞ്ഞത്. നെപ്പോളിയനാണ് ഇറ്റലിയെ ഒരൊറ്റ രാജ്യമായി കണ്ടിരുന്നത്. ആൻഡ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും നെപ്പോളിയൻ്റെ സമയത്ത് അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ നെപ്പോളിയൻ്റെ 1814 ഡിഫീറ്റിന് ശേഷം അവിടെ ഒരു കോൺഗ്രസ് ഓഫ് വിയന്ന ഉണ്ടാകുന്നു. കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്നത് ഒരു സെഷൻസ് ഓഫ് ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റിക് മീറ്റിംഗ്സ് ആണ്. അപ്പോൾ 1814 മുതൽ 1815 വരെ ഈ ഒരു കോൺഗ്രസ് ഓഫ് വിയന്ന ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഓഫ് വിയന്നയിൽ ഒട്ടുമിക്ക എല്ലാ യൂറോപ്യൻ മേജർ പവേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. ഈ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാം കൂടി ചർച്ച ചെയ്തിരുന്നു അവിടെ എങ്ങനെ ഒരു പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഈ രാജ്യത്തെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാം, എല്ലാ ബൗണ്ടറീസൊക്കെ ഒരുമിച്ച് വെച്ച്. അപ്പോൾ ഇതിനെ പ്രിസൈഡ് ചെയ്തിരുന്നത്, ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓസ്ട്രിയ ആയിരുന്നു. ഓസ്ട്രിയയിലെ മെറ്റാനിച്ച് എന്ന് പറയുന്ന ആളായിരുന്നു ഇതിൻ്റെ മേജറായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഈ മെറ്റാനിച്ച് പക്ഷേ ഇറ്റലിയെ ഒരൊറ്റ രാജ്യമായി കണ്ടിരുന്നില്ല. ഇറ്റലി ഒരിക്കലും ഒറ്റ രാജ്യമാവില്ല, അതൊരു ജോഗ്രഫിക് എക്സ്പ്രഷൻ മാത്രമായിരിക്കും എന്നാണ് ഈ മെറ്റാനിച്ച് പറഞ്ഞത്. അപ്പോൾ ഒരു കാരണം നെപ്പോളിയനായിരുന്നു. രണ്ടാമത്തത് ഈ മെറ്റാനിച്ചിൻ്റെ ഈ വാക്കുകൾ തന്നെ ഇറ്റലിയിൽ ഒരു നാഷണലിസം ഉണർത്തി. ഈ കോൺഗ്രസ് ഓഫ് വിയന്ന ഇറ്റലിയെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് യൂണിറ്റ് ആയിട്ട് തിരിക്കുന്നു. അതായത് പീഡ്മോണ്ട് സാർഡീനിയ, ആ പീഡ്മോണ്ട് സാർഡീനിയ മാത്രമാണ് ഇറ്റാലിയൻ കിങ്ഡം ഭരിച്ചിരുന്നത്. പിന്നീടുണ്ടായിരുന്നത് പാർമ, ടെസ്കനി, മൊഡോണ, ഇത് മൂന്നും ഓസ്ട്രിയയിലുള്ള ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റിയുടെ പപ്പറ്റ് റൂളേഴ്സ് ആയിരുന്നു ഭരിച്ചിരുന്നത്. പിന്നീട് പേപ്പൽ സ്റ്റേറ്റ്സ്, അത് ഭരിച്ചിരുന്നത് പോപ്പായിരുന്നു. പിന്നീട് കിങ്ഡം ഓഫ് സിസിലീസ്, ബോർബൺ കിങ്ഡം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഫ്രാൻസിലെ ബോർബൺ കിങ്ഡം അവിടെ റീസ്റ്റോർ ചെയ്യപ്പെട്ടു. പിന്നെ ലൊംബാർഡ് ആൻഡ് വെനീഷ്യ, ഇത് ഭരിച്ചിരുന്നത് ഓസ്ട്രിയ ആയിരുന്നു. ആ സമയത്ത് ഇറ്റലിയിലെ ഒട്ടുമിക്ക ഭാഗത്തും ഉണ്ടായിരുന്ന സീക്രട്ട് റവല്യൂഷണറി സൊസൈറ്റീസ് ആയിരുന്നു കാർബണറി എന്ന് പറയുന്നത്. കാർബണറി ഓർ ചാർക്കോൾ ബേണേഴ്സ്. അവരുടെ അപ്രൈസിംഗ് എല്ലാം ഫെയിലിയേഴ്സ് ആയിരുന്നെങ്കിലും അവർക്ക് ഒരു നാഷണലിസ്റ്റ് സ്പിരിറ്റ് മൊത്തത്തിൽ ഇറ്റലിയിൽ നിലനിർത്താൻ സാധിച്ചു. 1830 ഇറ്റലിയിലുണ്ടായിരുന്ന ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ആയിരുന്നു മക്സീനി, ഗിസപ്പി മക്സീനി. മക്സീനിയുടെ റാഡിക്കലായിട്ടുള്ള തോട്ട്സ് അവിടെയുള്ള ആൾക്കാരെല്ലാം ഇൻസ്പയർ ചെയ്തിരുന്നു. പക്ഷേ മക്സീനിക്ക് കാർബണറയിൽ വിശ്വാസമില്ലാതെയായി. കാരണം അത് കൂടുതലും ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു യങ് പീപ്പിളിനെ വെച്ചുകൊണ്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതായിരുന്നു യങ് ഇറ്റലി എന്ന് പറയുന്നത്. ഉള്ള യൂത്ത്ഫുൾ മൈൻഡ്സിനെ ഇൻസ്പയർ ചെയ്യുകയായിരുന്നു അതിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോളോവറായിരുന്നു ഗിസപ്പി ഗരിബാൾഡി. പിന്നീട് യൂണിഫിക്കേഷനിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 1859 മുതൽ 1870 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആ പീരീഡായി പറയുന്നത്. ഇറ്റാലിയൻ കിങ്ഡം ആകെയുള്ളത് സാർഡീനിയ പീഡ്മോണ്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കായിരുന്നു ഇറ്റലിയെ മൊത്തത്തിലൊന്ന് യൂണിഫൈ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഭരിച്ചിരുന്നത് കിങ് വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ് ആയിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ഈ ഇറ്റലിയെ മൊത്തത്തിലൊന്ന് യൂണിഫൈ ചെയ്യണം എന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ ആയിരുന്നു കവൂർ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയാണ്. കവൂർ ആയിരുന്നു ഈ യൂണിഫിക്കേഷനെ ലീഡ് ചെയ്തിരുന്നത്. ഈ യൂണിഫിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന വണ്ണം കവൂർ ചെയ്തത് ഫ്രാൻസിലുള്ള നെപ്പോളിയൻ IIIയുമായി ഒരു കരാറിലെത്തി. അതിനെ പ്ലോംബിയസ്റ്റ് പാക്ട് എന്ന് വിളിക്കും. മക്സീനിക്കും ഇറ്റലിയിലെ മറ്റുള്ളവർക്കും എന്ന പോലെ തന്നെ കവൂറിനും തോന്നിയിരുന്നത് ഓസ്ട്രിയയെ മാറ്റിയാൽ മാത്രമേ ഇറ്റലിയെ യൂണിഫൈ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എങ്ങനെയും ഓസ്ട്രിയയെ എക്സ്ക്ലൂഡ് ചെയ്യണമായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ഫ്രാൻസുമായിട്ട് ഒരു പാക്റ്റിലെത്തുന്നതിന് വേണ്ടി ആദ്യം ഫ്രാൻസിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് എങ്ങനെയാണ്? ക്രിമിയൻ വാർ ഉണ്ടായിരുന്നു. ഫ്രാൻസും ബ്രിട്ടനും റഷ്യക്കെതിരെ നടത്തിയതായിരുന്നു ഒരു ക്രിമിയൻ വാർ. ആ വാറിൽ ഈ സാർഡീനിയ ഫ്രാൻസിൻ്റെ കൂടെ നിന്നു. അതായത് ഫ്രാൻസിൻ്റെ ബ്രിട്ടൻ്റെയും കൂടെ നിന്നു. അങ്ങനെയാണ് അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഫ്രാൻസിൻ്റെ സപ്പോർട്ടോടുകൂടി ഓസ്ട്രിയോ സാർഡീനിയൻ വാർ ഉണ്ടാകുന്നു 1859. പക്ഷേ പാതി വഴിയിൽ വെച്ച് ഫ്രാൻസ് അതിൻ്റെ ഹെൽപ്പ് തിരിച്ചെടുക്കുന്നു. അങ്ങനെ സപ്പോർട്ട് നഷ്ടപ്പെട്ട സാർഡീനിയ ഒറ്റയ്ക്കാവുന്നു. ഫ്രാൻസിൻ്റെ സപ്പോർട്ടില്ലാതെ തങ്ങൾക്ക് യുദ്ധം ജയിക്കാനാവില്ലെന്ന് വിചാരിച്ച് സാർഡീനിയ ഓസ്ട്രിയയുമായി ഒരു കരാറിലെത്തുന്നു. ലൊംബാർഡ് സാർഡീനിയയ്ക്കും വെനീഷ്യ ഓസ്ട്രിയയ്ക്കും. അങ്ങനെയായിരുന്നു ആ കരാറ്. ഇതാണ് ട്രീറ്റി ഓഫ് വില്ലഫ്രാങ്ക. ലൊംബാർഡ് സാർഡീനിയയിൽ ചേർന്നത് കണ്ട് മറ്റ് ചെറിയ സ്റ്റേറ്റ്സുകളായ പാർമ, മൊഡോണ, ടെസ്കാനി എന്നിവ സാർഡീനിയയിൽ ജോയിൻ ചെയ്യുന്നു. ഇതേ സമയത്താണ് ഈ മക്സീനിയുടെ ഫോളോവറായ
സദേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇറ്റലിയായ നേപ്പിൾസ് ആൻഡ് സിസിലി, അതായത് കിങ്ഡം ഓഫ് ടു സിസിലിയിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ഈ മാർച്ചിനെയാണ് നമ്മൾ എക്സ്പെഡിഷൻ ഓഫ് ദ 1000 എന്ന് വിളിക്കുന്നത്. ഗരിബാൾഡിയുടെ വോളണ്ടിയേഴ്സ് ഓഫ് ആർമി അറിയപ്പെട്ടിരുന്നത് റെഡ് ഷർട്ട്സ് എന്നായിരുന്നു. അവർ ധരിച്ചിരുന്ന യൂണിഫോം ചുമന്ന നിറത്തിലായിരുന്നതുകൊണ്ടാണ്. കിങ്ഡം ഓഫ് ടു സിസിലിയിലേക്ക് മാർച്ച് ചെയ്ത് ഗരിബാൾഡി അവിടെ പിടിച്ചെടുത്തു, അവിടുത്തെ പെസൻസിൻ്റെ എല്ലാം സഹായത്തോടു കൂടി. പക്ഷേ ഗരിബാൾഡിക്ക് അതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റായി മാറ്റണം എന്നായിരുന്നു. എന്നാൽ അതേസമയം തന്നെ കവൂർ പറഞ്ഞു ഇത് രാജാവിന് വിട്ടു തരണമെന്ന്. അങ്ങനെ ഇവർ ഒരു പ്ലബിസൈറ്റ് നടത്തുന്നു. അപ്പോൾ ഗരിബാൾഡി സമ്മതിക്കുന്നു. പ്ലബിസൈറ്റിൻ്റെ അവസാനത്തിൽ അവിടുത്തെ ആൾക്കാർക്ക് എന്ത് വേണം അതിന് ഗരിബാൾഡി കൂടെ നിൽക്കുമെന്ന്. അങ്ങനെ പ്ലബിസൈറ്റ് നടത്തിയപ്പോൾ ആൾക്കാർ സർഡീനിയയിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ രാജാവായി 1861 വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡിനെ പ്രൊക്ലെയിം ചെയ്യുന്നു. അങ്ങനെ വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ് യുണൈറ്റഡ് ഇറ്റലിയുടെ രാജാവായി മാറി. എങ്കിലും കുറച്ച് സ്റ്റേറ്റുകൾ ബാക്കിയുണ്ട്. ഏതൊക്കെയാണത്? റോമ, വെനീഷ്യ ആൻഡ് ദ പീപ്പിൾ സ്റ്റേറ്റ്സ്. കിങ്ഡം ഓഫ് സിസിലിയിൽ ഉണ്ടായിരുന്നത് കണ്ട് ഈ പീപ്പിൾ സ്റ്റേറ്റിലുണ്ടായിരുന്ന ഡിഫറെൻറ്റ് പീപ്പിൾ സ്റ്റേറ്റ്സ് പോപ്പിനെതിരെ റിവോൾട്ട് ചെയ്ത് അവരെല്ലാം ഈ ഇറ്റലിയിലേക്ക് ജോയിൻ ചെയ്തു. 1866 ബിസ്മാർക്ക് ഓഫ് പ്രഷ്യ ഓസ്ട്രിയയുമായി ഒരു വാറിന് പോയി. അപ്പോൾ ഈ ഇറ്റലി അവരെ ഹെൽപ്പ് ചെയ്തു. അപ്പം അതിന് പകരമായി ബിസ്മാർക്ക് ഓസ്ട്രിയയിൽ നിന്നും വെനീഷ്യ വാങ്ങി ഇവർക്ക് സമ്മാനമായി നൽകി. അതിനുശേഷം 1870 ഫ്രാൻകോ പ്രഷ്യൻ വാർ ഉണ്ടായിരുന്നു. റോം എന്നുണ്ടായിരുന്നത് ഫ്രാൻസിൻ്റെ കീഴിലായിരുന്നു. ഈ വാറിന് ശേഷം റോം ഇറ്റലിയുടെ പാർട്ടായി ജോയിൻ ചെയ്തു. അങ്ങനെ 1870 യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി കംപ്ലീറ്റ് ആയി. ഇറ്റലിയിൽ നാഷണലിസം സ്പിരിറ്റ് ഉണർത്തിയതിൽ വലിയൊരു പങ്ക് റെവല്യൂഷൻ ഓഫ് 1848 വഹിച്ചിരുന്നു. ഈ റെവല്യൂഷൻ ഓഫ് 1848നെയാണ് നമ്മൾ സ്പ്രിംഗ് ടൈം ഓഫ് നേഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ആ ഒരു സമയത്ത് യൂറോപ്പിലെമ്പാടും വലിയ രീതിയിലുള്ള വൈഡ് സ്പ്രെഡ് അപ്രൈസിങ്സ് ഉണ്ടായി. കിങ് ചാൾസ് ആൽബർട്ട് ഓഫ് സർഡീനിയാണ് ഈ റിവോൾട്ട് സ്പിയർ ഹെഡ് ചെയ്തത്. പക്ഷേ അതൊരു ഫെയിലിയറായി. എങ്കിൽ പോലും അതിന് ഈ നാഷണലിസം സ്പിരിറ്റ് ഉണർത്താൻ കഴിഞ്ഞു.